തിരുവനന്തപുരം. ഇപ്പോൾ KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. മരണവ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പാട്യം ഗോപാലൻ എന്ന് പറഞ്ഞൊരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ PN ഉല്ലേഖ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, പൊളിറ്റിക്സ് ഓഫ് മർഡർ. കേരളത്തിൽ മരണത്തിൻ്റെ വ്യാപാരികൾ ആരാണെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ പുസ്തകം വായിച്ചാൽ സംശയമുള്ള കമ്മ്യൂണിസ്റ്റുകാർ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ആ സംശയം തീർക്കാൻ സാധിക്കും. അതിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പൊളിറ്റിക്കൽ മർഡർ കേരളത്തിൽ ആരംഭിക്കുന്നത് തലശ്ശേരി വെച്ചാണ് 1969. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അന്നത്തെ ഹിന്ദു മഹാസഭയുടെയും ജനസംഘത്തിൻ്റെയും ഒരു നേതാവുണ്ട്. വലിയ പ്രസിദ്ധനൊന്നുമല്ല, ലോക്കൽ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, അന്നത്തെ യുവജന വിദ്യാർത്ഥി നേതാവ് ഒരിക്കൽ ശ്രീമാൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത കോടിയേരി ബാലകൃഷ്ണൻ, ഇവരടക്കം പ്രതികളെക്കൊണ്ടുള്ള ആദ്യത്തെ കേസ് അതാണ് കേരളത്തിലെ മരണത്തിൻ്റെ വ്യാപാരത്തിൻ്റെ തുടക്കം. പിന്നീട് എത്രയെത്ര നിരപരാധികളെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വധിച്ചത്. ഞങ്ങൾക്കറിയാം, കാസർഗോഡിന് തുടങ്ങാമല്ലോ. നമ്മുടെ കൃപേഷ് ശരത്ലാൽ, കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ ഷുഹൈബ്, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഷുക്കൂർ, തുടങ്ങിയിട്ട് ഒരുപാട് മേഡർ. ഈ മേഡറൊക്കെ തന്നെ നടത്തിയത് ആരാണെന്ന കാര്യം കോടതി പോലും പറഞ്ഞിട്ടില്ലാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ ആരാണ് മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദേശാഭിമാനിലൂടെ ജനങ്ങളെ ധരിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കത് അവസാനിപ്പിക്കണം. TP ചന്ദ്രശേഖരനെ 51 വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്. ക്രൂരമായ കൊലപാതകം. ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയാണ് ഇന്ന് മരണത്തിൻ്റെ വ്യാപാരികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ച പാർട്ടി മാത്രമാണ്. ഞങ്ങളുടെ പാർട്ടി ഗാന്ധിയുടെ പാർട്ടിയാണ്. മറ്റൊന്ന്, പാർട്ടി ഗാന്ധിയുടെ പാർട്ടിയാണെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു വിവാദം കളർ വസ്ത്രം എന്ന രീതിയിലേക്ക് കോൺഗ്രസിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച വരുന്നു. അതേക്കുറിച്ച് എന്താ? ഗാന്ധിജി കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1917-18 കാലത്താണ് ഖാദി എന്ന ആശയം അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഖാദി എന്ന് പറയുന്നത് എന്താണ്? അത് സ്വദേശി, വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി, ആ സ്വദേശിയുടെ സ്വരാജ്, അതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. മാത്രവുമല്ല, ലളിതമായ ജീവിതം, അതുപോലെ തന്നെ ഉയർന്ന ചിന്ത, ഇതായിരുന്നു അദ്ദേഹം ഉള്ളത്. സബർമതി ആശ്രമം സന്ദർശിച്ചവരാണ് നിങ്ങൾ പലരും. ആ സബർമതി ആശ്രമത്തിൻ്റെ ചുവരുകളിൽ എഴുതി വെച്ച് നിങ്ങൾ വായിക്കണം. ഈ പറയുന്ന ഖാദി എന്ന് പറയുന്നത് കേവലം ഒരു വസ്തു മാത്രമല്ല, അതൊരു മഹാ ആശയമാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആശയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ തന്നെ വളരെ നോബിളായിട്ടുള്ള ആശയങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമുക്കെല്ലാം തന്നെ അറിയാം. ഖാദി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഖാദി ബോർഡ്, എല്ലാവർക്കും ഖാദി കമ്മീഷൻ, എത്ര കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ് കാലാകാലമായിട്ട് കൊടുക്കുന്നത്? അത് ഖാദിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി. ഗ്രാമങ്ങളിലെ പട്ടിണി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി എന്ന സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കാലം മാറിയിരിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഈ പറയുന്ന ഖാദി കമ്മീഷൻ തന്നെ ഇപ്പോൾ കാലാനുസൃതമായിട്ട് ഖാദിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ വില കൂടിയ ഖാദി വസ്ത്രങ്ങൾ വരുന്നുണ്ട്. കാരണം പുതിയ തലമുറക്ക് അതാണോടുള്ള ആഭിമുഖ്യമെങ്കിൽ അതാവട്ടെ എന്ന രൂപത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി കമ്മീഷൻ തന്നെ ഏറ്റവും വില കൂടിയ ഖാദി അത് മാർക്കറ്റിലൊക്കെ തന്നെ ഇപ്പോൾ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ആഡംബരത്തോട് ഭ്രമമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ തന്നെ കാലം മാറിയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിനെ തെറ്റു പറയുന്നില്ല. പക്ഷേ ഗാന്ധിജിയുടെ ആദർശം വളരെ വളരെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ പകർത്തണം. ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത, അതാണ് വേണ്ടത്. ഈ ഖാദിയിൽ നിന്നും മാറുന്ന ഒരു കോൺഗ്രസ് യുവത്വം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് മുല്ലപ്പള്ളി മുതൽ പ്രവീൺ വരെയുള്ളവർ ധരിച്ചിരുന്ന ഖാദിയിൽ നിന്നും മാറി ലിനനിലേക്കും മറ്റും റീൽസിലേക്കൊക്കെ മാറുന്ന ഒരു യുഗമായി കോൺഗ്രസിലെ യുവനിര മാറുന്നത് അപകടകരമല്ലേ? ഖാദിയിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് ഒരു മഹാ ആശയമാണ്. ഇന്ത്യ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ ആശയങ്ങൾ ആണ് പ്രശ്നം. ആ ആശയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരാണ്. അവരാണ് കോൺഗ്രസിൻ്റെ കർമ്മഭടന്മാർ, കോൺഗ്രസ് നയിക്കുന്നവരാണ്. അപ്പം അവരുടെ ജീവിത രീതിക്കൊക്കെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അല്പം വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും
അത് മാത്രം ഉയർത്തി കാട്ടുന്നത് ശരിയല്ല. കോഴിക്കോടടക്കം കൂടുതൽ മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് 2024 UDF അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു. മുല്ലപ്പള്ളി ഉണ്ടാവുമോ കളത്തിൽ? ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും ചർച്ചകളൊന്നും എവിടെയും ആരംഭിച്ചിട്ടില്ല. നിങ്ങളുടെ ദേവിയായിട്ട് പല ചാനലുകളും ഇപ്പോൾ മത്സരം തുടങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട്. ഒരു ഘട്ടത്തിലും ഒരിടത്തും ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നിട്ടില്ല. ഞങ്ങളുടെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി നിർത്തത്താണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ തവണയും അതുപോലെ തന്നെ വിന്നബിലിറ്റി അതാണ്. കഴിഞ്ഞ തവണ നോക്കിയാൽ 54 പൊതുമണ്ഡലങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണമൊന്നും ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്കറിയാം ആരാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്യും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി, നിലവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വീഴ്ച സംഭവിച്ചതും ആരോഗ്യ വകുപ്പിന് തന്നെയാണ്. തൃപ്തികരമാണോ പ്രതിപക്ഷം വേണ്ടിയിട്ട് കള്ളനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലെടുത്ത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഈ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുക പറഞ്ഞാൽ അതിലെന്താണ് ജനങ്ങളെ പരിഹസിക്കേണ്ടത്? വേണ്ടത് അതല്ല. പിന്നെ ഞാൻ പറയട്ടെ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അർത്ഥശൂന്യമാണത്. അത് മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പാണത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ആ സംഭവത്തെ ഒരിക്കലും ന്യായീകരിക്കാനല്ലാതെ அதை നിരാകരിക്കും ഒരിക്കലല്ല. അപ്പോൾ അതല്ല വേണ്ടത്. ഒരു എക്സ്റ്റേണൽ ഏജൻസി, ആ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സത്യസന്ധമായിട്ട് ഈ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വേണമെങ്കിൽ ഇപ്പോൾ പോലീസ് തന്നെ അന്വേഷിക്കണമെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പോലീസിൽ നിന്ന് പിരിഞ്ഞവരായിട്ടില്ലേ, മുൻ DGPമാരൊക്കെ ഇല്ലേ, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആളുകളില്ലേ, ഒന്നാം തരം ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളില്ലേ, അവർ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതാണ് വേണ്ടത്. അല്ലാതെ പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? കോൺഗ്രസിൽ ഇപ്പോൾ ക്യാപ്റ്റൻ, സോൾജിയർ, മേജർ എന്ന തരത്തിലുള്ള പലതരം വിളികൾ വരുന്നുണ്ട്. താങ്കളും KPSC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ആ വിളികൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ആവശ്യമുണ്ടോ വിളികളൊക്കെ? ഞങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, കർമ്മഭടന്മാർ, അവരുടെ വലിയ പഠനനിരയാണ് ഇവിടെ വേണ്ടത്. വല്ലത് ക്യാപ്റ്റനും മേജർ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിലെ മരണത്തിന്റെ വ്യാപാരത്തിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ കേരളത്തിൽ CPIM എത്ര കൊലപാതകങ്ങൾ നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഖാദി വിവാദത്തിലടക്കം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിക്കുന്നുണ്ട്. കാലം മാറി എന്ന സത്യം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് കളറിനോടാണ് ആഭിമുഖ്യമെങ്കിൽ അങ്ങനെയാവട്ടെ. ഖാദിയിലും ഗദർ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാർ ഗാന്ധിയൻ ആശയം മുറുകെ പിടിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മറ്റു വാർത്തകൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇതെവിടുന്നാടാ? IBCയിലെ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് ഈ സർപ്രൈസ് കിട്ടും. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBCയിലൂടെ.